വന്നട്ടെ. അച്ചായ, ഇതാണ് കുട്ടി ഗംഗ. മുഖം കൊള്ളാം. സൈസ് ഇത് മതിയോ? അതൊക്കെ ഞാൻ ശരിയാക്കി എടുത്തതാ. ഓ ശരി. കണ്ടോ, അച്ചായന് ഇഷ്ടായി. വാ വാ വാ. എന്റെ പൊന്നു കൊച്ചേ, വെട്ടാൻ കൊണ്ടുപോണ ആടിനെ പോലെ പേടിച്ച് നിൽക്കല്ലേ. ഈ അണ്ണനൊന്ന് അളവെടുക്കട്ടെ. എടാ, ഇതൊന്ന് പിടിച്ചേ. അളവൊക്കെ നീ എഴുതിക്കോട്ടോ. 33. അണ്ണാ, ഞാൻ അളവെടുക്കണോ? വേണ്ട, ഞാൻ എഴുതിക്കോളാം. 33.5. എന്റെ അമ്മ. 39. നോക്കിയെടുക്കണേ. അയ്യോ സാറേ, എന്നെ. അയ്യോ, ആള് മാറിപ്പോയതാട്ടാ. മോളെ ഇങ്ങോട്ട് നീങ്ങുന്ന മോളെ. അവിടെ എന്താ പേര്? ഗംഗ. ഗംഗ, നല്ല പേര്. ഞാൻ ചേച്ചിയെ കണ്ടിട്ടുണ്ട് ടിവിയില്, പരസ്യങ്ങളിലൊക്കെ. ഷാജേട്ടാ. ഓ കുമാർജി, ഞാൻ ഇറങ്ങുവാണേ. എവിടെ എന്റെ കോസ്റ്റ്യൂം? അവിടെയാ. എന്താ പേര്? ഗംഗ. ആ, തുടക്കത്തിൽ ഗംഗ എന്നൊക്കെ പറയും. 2 ആഡ് കഴിയുമ്പം നാഗവല്ലി ആയിക്കോളും. അമ്മ. ആ ശരി, ഞാൻ ഒന്നും പറയുന്നില്ല. വാ. ഓക്കെ, ബൈ. വാടി ഇങ്ങോട്ട്. ഓരോ പുതിയ പിള്ളേര് വരുന്ന കണ്ടോ? ഒരു നല്ല ആഡ് കിട്ടിയാൽ മതി, റോക്കറ്റ് പോലെ പൊങ്ങിപ്പോകും. ഒന്ന് പച്ച പിടിക്കണവരെ പിടിച്ചു തന്നാ മതിയായിരുന്നു. അതിന് ഞാനെന്ത് വേണമെന്ന് അമ്മ പറയുന്നേ? കോണ കൊടുത്തോണ്ട് പോയി ക്യാമറയുടെ മുമ്പിൽ നിൽക്കണോ? ഞാനൊന്നും പറയുന്നില്ല. വരാൻ നേരം അച്ചായൻ ചിലതൊക്കെ സൂചിപ്പിച്ചു. ഇവർക്ക് മാത്രമല്ല പരസ്യ കമ്പനി ഉള്ളത്, വേറെ ഒരുപാടുണ്ട്. ലിസ, നീ നന്ദി കേട്ട് പറയരുത്. എന്റെ പൊന്നമ്മച്ചി, ഈ പരസ്യത്തിന് മേനേഴക് മാത്രം പോരാ, മോഡലായിരിക്കുന്നവർക്ക് നല്ല രാശിയും വേണം. എനിക്കതുണ്ട്. ഈ അണ്ടർ ഗവൺമെന്റ്സ് അത്ര മോശം വസ്തുക്കളൊന്നുമല്ല. അത് ഈ അണ്ടകടാഹവും സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളും സ്ഥിതി ചെയ്യുന്നത്. 4-5 സ്റ്റില്ലിന് പറഞ്ഞ തുക എത്രയാണെന്നറിയാവോ? 25,000 രൂപ. അതിനിപ്പോ ആ തള്ളയെ മോളും കൂടി കൊണ്ടുപോകും. ഞാനൊന്ന് മാറി ചിന്തിക്കട്ടെ അമ്മ. എന്താ 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 ഈ പറഞ്ഞ സാധനങ്ങള് ഞങ്ങള് ചെറുപ്പക്കാര് മാത്രമല്ലല്ലോ ഉപയോഗിക്കുന്നത്, നിങ്ങളെ പോലെയുള്ള അമ്മമാരും ധരിക്കാറില്ലേ? അതൊക്കെ ഇട്ടുകൊണ്ട് അമ്മ ഒരു മോഡലായി നിന്നു കൊടുക്ക്. ഒരു ചേഞ്ച് ആരാ ഇഷ്ടപ്പെടാത്ത? മധു, എന്റെ സ്വാമി, ഞാൻ പറയുന്നോന്ന് കേൾക്ക്. ഞാൻ വെറൊരു ഡ്രൈവർ അല്ലേ. എനിക്ക് മാത്രമായിട്ട് വല്ല തീരുമാനം എടുക്കാൻ പറ്റുമോ? അത് മറ്റു പലരും അല്ലേ. ഞാൻ നമ്മുടെ അച്ചായ സാറിന്റെ അടുത്തും ഗുരുജിയുടെ അടുത്തും ഒക്കെ തന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഒത്തു വരട്ടെ, കയറ്റി വിടാം. ഒരു മിനിറ്റ് ഹോൾഡ് ചെയ്യ്. ആ മധു, ആ ലിസയുടെ വർക്ക് കഴിഞ്ഞു. ആ വണ്ടി എടുത്ത് ശരിയാണ്, ഇപ്പൊ വിടാം. നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയത്? കയറ്റി വിടുന്നിടത്ത്. ഒരു നടിയുടെ വളർച്ചയിലെ ഡ്രൈവറുടെ പങ്ക് പലർക്കും അറിയില്ല. ഇതാണ് സൈനോര സ്റ്റുഡിയോയിലെ കോസ്റ്റ്യൂം റൂം. ലോകത്തിലെ സകല താരസുന്ദരികളും കോസ്റ്റ്യൂമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അത് ഇടണോ ഊരണോ എന്നുള്ളത് ഈ കോസ്റ്റ്യൂമർ തീരുമാനിക്കും. ഇവിടെ ഈ ഷാജി തീരുമാനിക്കും. അതെ തള്ളേ, ആദ്യമൊക്കെ ഉള്ളൂ ഈ നാണമൊക്കെ, പിന്നീട് അത് മാറിക്കോളും. അതെ, ഇങ്ങോട്ടൊന്ന് നോക്കിയേ. ഇങ്ങനെ നാണം കുടുങ്ങി നിന്നിട്ട് ഒരു കാര്യമില്ല. ഈ കളർ ഉണ്ടല്ലോ, ഒരു പ്രത്യേക ഭാഗ്യമുള്ളൊരു കളറാണ്. ഈ കളറുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് തുടക്കക്കാരിയായി കഴിഞ്ഞാൽ പിന്നെ വസ്ത്രങ്ങൾ ധരിക്കേണ്ടിയും വരില്ല. അമ്മ, എന്താ ഇത്? ഇത് രണ്ടും മാത്രം ഇട്ടുകൊണ്ട് എന്തോന്നു മക്കളെ ഇത്? ബാഡിയുടെ പരസ്യത്തിന് ആരെങ്കിലും പുതപ്പ് മൂടി നിൽക്കിയോ? സാറുമാരെ, നിങ്ങൾ ഒന്ന് പുറത്ത് നിൽക്ക്, ഞാൻ ഇടിച്ചോളാം. എന്നാ ആരെങ്കിലും ഇട്. ഹായ് അശോക്, പാറാളിയാ. നീ ആരുടെ നെഞ്ചത്തടാ? ഞാൻ സത്യത്തിൽ നിന്നെ വിളിക്കാനിരിക്കായിരുന്നു. ഒരു അത്യാവശ്യമുണ്ട്. എന്താടാ? നിന്റെ അച്ഛന്റെ പേഴ്സണൽ സ്റ്റാഫ് പെട്ട ആൾ പറഞ്ഞതാ, ഒരു കോളുണ്ട്. എന്റെ പിതാവിന്റെ വകുപ്പിൽ ഞാനറിയാത്തൊരു കോളാ. അതെന്താടാ കിരൺ? ശരി, നീ ഒരു കാര്യം ചെയ്യ്, സ്റ്റുഡിയോയിലേക്ക് വാ, നമുക്ക് അവിടെയും സംസാരിക്കാം. ഗണപതി പാപ്പാ ദേ വന്നു. ഞങ്ങൾ തിരിച്ചു പോകുന്നവരെ ഗേറ്റ് അടച്ചിടണം. ഓക്കെ സാർ. ഇത് വെച്ചോ. താങ്ക് യു. അതെ, കുറച്ച് കുരുന്ന, ഒരു കുഴപ്പമൊന്നുമില്ലല്ലോ. മന്ത്രിയുടെ മക്കൾ വാടോ സ്വാമി. മോളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഹിന്ദിയിലും തമിഴിലും കൂടിയ നടിമാർ സിനിമയിൽ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നേ? ആയിരക്കണക്കിന് ആളുകളാ ഷൂട്ടിംഗ് കാണാൻ എത്തുന്നത്. അവരുടെയൊക്കെ വേഷം നീ കണ്ടിട്ടില്ലേ? എടി, ദൈവം പെണ്ണുങ്ങൾക്ക് ഈ അഴകും വടിവൊക്കെ തന്നിരിക്കുന്നതേ 10 പേര് കാണാൻ വേണ്ടിട്ടല്ലേ. എന്നാലും അമ്മേ, എന്തോന്നമ്മ,
ഈ ചിത്രങ്ങൾ റോഡ് വക്കിലെ ബോർഡുകളിൽ എങ്ങാനും വന്ന എന്റെ ഭാവി. കൊള്ളാവുന്നൊരു സമ്പാദ്യം ഉണ്ടായി കഴിഞ്ഞാൽ ഭാവി കാണോടി പഞ്ഞം. ശക്തിയിലെ കെട്ടാൻ പോലും ബിസിനസ്സുകാരായ കോടീശ്വരന്മാരുടെ ക്യൂ ആയിരുന്നെന്നാ കേട്ടത്. അതൊക്കെ ഒരു കൗതുകത്തിന് വേണ്ടിയല്ലേ? അതിൽ തന്നെ എത്ര ബന്ധങ്ങളാ നീണ്ടു നിൽക്കുന്നത്. പിന്നെ കുടുംബ കോടതി വരുന്നത് അത്രയും സിനിമാക്കാരും പരസ്യക്കാരും അല്ലേ. എടി അതൊക്കെ തലയിലെഴുത്താ. IAS-കാരൻ ടീച്ചർമാരൊന്നും ഡൈവേഴ്സ് ആവുന്നില്ല. നീ ഇതങ്ങോട്ട് ഇട്ടേ. വേഗം വാന്ന്. വന്നോളി വന്നോളി എന്നത്തേം പോലെ ഓവിഷ്ടായിക്കോളി. ഇപ്പൊ വരും. അടുത്ത ഒരു ബെല്ലോടുകൂടി ഈ ഷോ ആരംഭിക്കുന്നതാണ്. കണ്ടോ? കണ്ടോ? ഇക്കാലത്ത് 70% പെമ്പിള്ളേര് പോക്ക് കേസാകുന്നത് ഈ തള്ളമാര് കാരണമാ. കണ്ടോ അഴിച്ചു കൊടുക്കുന്നത് കണ്ടോ. വിവറേന്റെ നടയെ വണ്ടി നിർത്തിയത് അച്ചായ അറിഞ്ഞ എന്നെ കൊല്ലും. ഓ പിന്നെ നിന്റെ അച്ചായൻ വലിയ പുണ്യാളനല്ലേ സെയിന്റ് ആന്റണി. വണ്ടി ഇടറ തെണ്ടി. അമ്മയ്ക്ക് എന്തിന്റെ Sorry, കേടാ? മധുമോനെ നീ മിണ്ടരുത്. അവിടെ ഒരാൾക്ക് ഇപ്പൊ വെറേര് തുടങ്ങിക്കോണം. ഈ തള്ളേ മോള് എവിടെ പോയി കിടക്കുന്നു? പണി ഇത്രയല്ലോ മാതാവേ. മോളെ ഡയനെ, എന്തു വിളിയാണ് ഈ പെണ്ണ്? കുളിമുറി കയറിയ 1.5 മണിക്കൂർ ജലപ്പിശാച്. മധുചേട്ടാ, ആ വിഷക്കടയുടെ മുമ്പിൽ വെച്ച് അമ്മ അങ്ങനെ പറഞ്ഞൊന്നും കാര്യമാക്കല്ലേ. നമ്മളതൊന്നും കാര്യമാക്കാറില്ല. ഓ എന്ത് വിഷമം തോന്നാൻ, അവൻ നമ്മുടെ കൊച്ചനല്ലേ. നീ വാടി. ഡയനാ, ദാ അമ്മ അനിയത്തി വന്നു. മോളിങ്ങ ഇന്ന് എന്ത് വർക്കായിരുന്നു പിന്നെ? ഓ എന്ത് വർക്ക്. 3/4 മീറ്റർ തുണിയില് ഒരു ബ്ലൗസും അരപ്പാവടയും. കാണാൻ 900 പേരും. നീ എന്തിനാ എന്റെ മോളെ അങ്ങനെ കിടിച്ചേ? ഓ പിന്നെ പപ്പ കൊറേ സമ്പാദിച്ചു വെച്ചിരിക്കല്ലേ 2 പെമ്മക്കൊക്കെ. ഇതതുകൊണ്ട് പൊടി. അച്ചാമോ ഒന്നുമില്ലേടേ, വിറച്ചിട്ട് പാടില്ല. തീർത്ത് കളയരുത്. നീ ഇടയായിട്ട് ഇത്തിരി കൂടുന്നുണ്ട് കേട്ടോ. എവിടെ? അതല്ല കുടി. കണക്കായിപ്പോയി. അതെ, നിങ്ങൾ കളച്ചുണ്ടാക്കിയതൊന്നുമല്ലല്ലോ. ഞാനും എന്റെ കൊച്ചും കൂടി കഷ്ടപ്പെടുന്നതല്ലേ. തോന്നും പോലെ ചെയ്യും. പറ ലിസ. ഒന്നുമില്ല ഡയാന, ഒരു ഞരമ്പ് രോഗി കാക്ക മുസ്തഫ, അയാളുടെ ഒരു ഫാനിന്റെ പരസ്യം 60 സെക്കൻഡ് ടിവിയിലൊക്കെ വരുമോ? വരും. ചേച്ചി ഇത്തിരി വെള്ളം ചൂടാക്കി തടി. എന്തെങ്കിലും കാര്യം കാണാൻ ചേച്ചി, അല്ലെങ്കിൽ വായി തോന്നിയത്. എടി മക്കളെ, അമ്മച്ചിക്കും വേണം ഇച്ചിരി ചൂടുവെള്ളം. വല്ലാത്ത ബാക്ക് പെയിൻ. അതിന് അമ്മയ്ക്ക് എന്ത് പണിയായിരുന്നു? ജോലി ചെയ്തത് ഞാനല്ലേ. നീ തന്നെ അത് പറയണോടി. നിനക്കൊരു പോറൽ പോലെ ഏൽക്കാതിരിക്കാൻ അമ്മച്ചിക്കൊരു പണിയില്ലെന്നാണോ നിന്റെ വിചാരം? മതി വിസ്തരിച്ചത്. പിന്നെ നീ മിണ്ടരുത്. മക്കള് വാ.